ഇത്രയ്ക്ക് സംഭവിച്ചിട്ടും അരവിന്ദ് മധുവിധം ആഘോഷിക്കാൻ മണിയറ വരെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൊള്ളാലോ, നല്ലൊരു വൈബ് കിട്ടും. LOVE ലവ്. മേഡം, മുറിയിലെ ഡെക്കറേഷൻ കൊള്ളാല്ലേ? ഇതാര് ചെയ്തയാണോ എന്തോ. അരവിന്ദ് എന്താ തമാശ പറയാണോ? നിങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നോട് ചോദിക്കാണോ? ഞാനോ? ഞാനല്ലേ മേഡം. നമ്മൾ ഈ നിമിഷം വരെ ഒരുമിച്ചായിരുന്നില്ലേ, പിന്നെ എങ്ങനെ ഞാൻ ചെയ്യാനാ? അത് അരവിന്ദ് ചെയ്തു എന്ന് പറഞ്ഞതല്ല, കാഷ്വലായിട്ട് ചോദിച്ചതാ. പിന്നെ ആരായിരിക്കും ഇത് ചെയ്തത്? അറിയില്ല മേഡം. ആര് ചെയ്താലെന്താ, അടിപൊളി. ഇനി ഞാൻ തകർക്കും. ഹലോ ഹലോ, റൂം ബിയിൽ നിന്നാണ്. ഇവിടെ റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. അതാര് പറഞ്ഞിട്ടാ? അതെ മാഡം, റൂം എയിൽ സ്റ്റേ ചെയ്യുന്ന ആകാശ് പറഞ്ഞിട്ടാണ്. ന്യൂ കപ്പിൾസ് ആണ്, ഹണിമൂൺ ഡെക്കറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോ ആകാശും ചാരുവും അരവിന്ദനോട് പറഞ്ഞത് ശരിയാ. ഹണിമൂണിന് അരവിന്ദനെ പ്രേരിപ്പിക്കാനുള്ള പ്ലാനാ രണ്ടിന്റെയും. നീയൊക്കെ ഇത്രയും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് ലെവലിൽ ചിന്തിക്കും? കാണാം നമുക്ക് ഹണിമൂൺ നടക്കോ ഇല്ലയോ എന്ന്. ഹലോ ഹലോ മാഡം. ഹലോ, താങ്ക്സ്. ഓക്കെ മാഡം. എന്ത് പറഞ്ഞു മേഡം? റിസോർട്ട് മാനേജ്മെന്റ് ചെയ്തതാ. ഫ്രഷ് കപ്പിൾസിന് കോംപ്ലിമെന്ററി ചെയ്യുന്നതാണെന്ന്. വാവ്, നൈസ്. നല്ല രസമായിട്ടുണ്ടല്ലേ? അത് പിന്നെ ഇതൊക്കെ കാണുമ്പോ മാഡം. അരവിന്ദ് പോയി കുളിച്ചിട്ട് വാ. ഓക്കെ, കുളിച്ച് ഫ്രഷായി റീഫ്രഷ് ആയിട്ട് വരാം. മേഡം, പെട്ടെന്ന് വരാട്ടോ. ഡോക്ടർ, ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എൻ്റെ സ്റ്റൊമക് പെയിന് വേണ്ടി കഴിക്കുന്ന ടാബ്ലറ്റ് ഇല്ലേ, പെയിൻ ഇല്ലാതെ കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവോ? അത് ഡോക്ടർ, ഞാൻ അറിയാതെ ആ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മാഡം. പെയിൻ ഇല്ലാതെ ആ ടാബ്ലറ്റ് കഴിച്ചാൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല മാഡം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ. റൂം നമ്പർ ബിയിലേക്ക് ഒരു ഹോട്ട് മിൽക്ക് പെട്ടെന്ന് വേണം.